ഹായ് എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമുക്ക് റേഷൻ അരി കൊണ്ട് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല പഞ്ഞി പോലത്തെ പുട്ടിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ ഇപ്പോൾ എല്ലാവരുടെ വീട്ടിലും റേഷൻ അരിയൊക്കെ കിട്ടിയിട്ടുണ്ടാവും. അതുകൊണ്ട് ചോറ് വെക്കാൻ വേണ്ടിയിട്ട് മാത്രമല്ല നമുക്ക് പുട്ടുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാം. നമുക്കിത് അരി ഉണക്കി പൊടിപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അരി കുതിർത്തിയിട്ട് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന പുട്ടാണ് കേട്ടോ. അപ്പോൾ നമുക്ക് വേഗം തന്നെ വീഡിയോയിലോട്ട് പോവാം. ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഞാനിവിടെ നമ്മുടെ സാധാരണ റേഷൻ കടയിൽ നിന്ന് കിട്ടിയിട്ടുള്ള കുത്തരിയാണ് എടുത്തിട്ടുള്ളത്. മട്ടേരി അല്ലെങ്കിൽ കുത്തരി എന്ന് പറയും. അപ്പോൾ ഇത് നമ്മൾ നന്നായിട്ട് കഴുകിയെടുത്തിട്ട് നമ്മളിത് കുതിർത്തെടുക്കുകയാണ് ചെയ്യുക. അപ്പോൾ ഇതിപ്പോൾ നന്നായിട്ട് ഒരു 3-4 വട്ടമൊക്കെ നന്നായിട്ട് കഴുകിയെടുക്കുക. എല്ലാ അഴുക്കുകളൊക്കെ കളഞ്ഞ് നന്നായി കഴുകിയ ശേഷം നമ്മൾ വെള്ളത്തിൽ കുതിർക്കാൻ വേണ്ടിയിട്ട് വെക്കുക. അപ്പോൾ ഞാനിപ്പോൾ കുതിർത്ത് വെച്ചിട്ടുള്ള അരിയാണ്. നമ്മളിതൊരു 6 മുതൽ ഒരു 8 മണിക്കൂർ വരെ കുതിർത്തെടുക്കണം. ശരിക്കും പറഞ്ഞാൽ രാത്രി വെക്കുകയാണ് നല്ലത്. നമ്മൾ പിറ്റേ ദിവസം രാവിലെ അല്ലേ പുട്ടുണ്ടാക്കുക. അപ്പോൾ രാത്രി ഇതുപോലെ വെള്ളത്തിൽ കുതിരാൻ വേണ്ടിയിട്ട് വെക്കുക. പിറ്റേ ദിവസം രാവിലെ എടുക്കുമ്പോൾ ഇതുപോലെ നന്നായിട്ട് നമ്മുടെ അരി കുതിർന്ന് വന്നിട്ടുണ്ടാവും. ഇനി ഇതൊന്നുകൂടെ ഒന്ന് കഴുകിയെടുത്ത ശേഷം നമ്മൾ ഈ വെള്ളം ഒന്ന് ഊറ്റിക്കളയാൻ വേണ്ടിയിട്ട് ഒരരിപ്പയിൽ വെച്ച് കൊടുക്കുക. അപ്പോൾ ഇതുപോലത്തെ അരിപ്പ ഉണ്ടെങ്കിൽ അതിൽ വെക്കുകയാണ് കുറച്ചുകൂടെ നല്ലത്. അപ്പോൾ അത്യാവശ്യം വെള്ളം ഒന്ന് പോയി കിട്ടും. പിന്നെ ഒരുപാട് അങ്ങ് ഉണങ്ങി പോകരുത്. നമ്മളൊരു 10 മിനിറ്റൊക്കെ വെച്ചാൽ മതി. കാരണം ഒരുപാട് വെള്ളം പോയിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്കിത് അരച്ചെടുക്കുമ്പോൾ ആ ഒരു വെള്ളത്തിൻ്റെ അംശം ഒട്ടും ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് ഒരു 10 മിനിറ്റൊക്കെ ഇതുപോലെ ഒരു അരിപ്പയിൽ വെക്കുക. ഒത്തിരി വെള്ളം ഉണ്ടാവരുത്. വെള്ളം ഒന്ന് തോർന്ന് കിട്ടണം. അപ്പോൾ ഞാനൊരു 10 മിനിറ്റ് ഇതുപോലെ അരിപ്പയിൽ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ അരിയുടെ അത്യാവശ്യം വെള്ളമൊക്കെ പോയി റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഒരു മിക്സിയുടെ ജാർ എടുക്കുക. ഇതിലിട്ടിട്ട് നമുക്ക് ഈ അരി അരച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഒരുപാട് ഇടരുത്. ഒരു 2 പിടിയൊക്കെ ഇട്ടിട്ട് അത് ആദ്യം ഒന്ന് അടിച്ചെടുക്കുക. അതുപോലെ എല്ലാം ചെയ്തിട്ടെടുക്കുക. അപ്പോൾ നമുക്ക് അത്യാവശ്യം ആ വെള്ളത്തിലുള്ള ആ ഒരു അരിയുടെ ഇതുകൊണ്ട് തന്നെ നമ്മുടെ അരി നന്നായിട്ട് പൊടിഞ്ഞ് കിട്ടും. അപ്പോൾ ഞാൻ ഇത്രയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ആദ്യം തന്നെ ഇത് നമുക്കൊന്ന് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഇത് നന്നായിട്ട് ഇവിടെ പൊടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ദാ ഇതുപോലെയാണ് നമുക്ക് കിട്ടുക. കണ്ടില്ല, അത്യാവശ്യം നമ്മൾ പുട്ടിൻ്റെ പൊടി നനക്കുന്ന ആ ഒരു ഇതിൽ നമുക്ക് കിട്ടും ഇതുപോലെ. അപ്പോൾ ഇത്രേ ഉള്ളൂ. ഈ രീതിയിൽ നമുക്ക് ബാക്കി എല്ലാ അരിയും ഇതുപോലെ തന്നെ പൊടിച്ചെടുക്കുക. എന്നിട്ട് നമുക്കൊരു ബൗളിലേക്ക് മാറ്റാം. കണ്ടില്ലേ, ആവശ്യത്തിന് കുറച്ചൊരു പുട്ടിൻ്റെ പോലെ തരികളൊക്കെ ആയിട്ട് നന്നായിട്ട് നമ്മുടെ അരി ഇവിടെ പൊടിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതുപോലെ എടുത്തിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് നമുക്ക് ആകെ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഉപ്പ് നമ്മൾ പൊടിയായിട്ട് ഇട്ട് കൊടുക്കരുത്. കുറച്ച് വെള്ളത്തിലൊന്ന് മിക്സ് ചെയ്ത ശേഷം ആ വെള്ളം ഒന്ന് തളിച്ച് കൊടുത്താൽ മതി. അപ്പോൾ എല്ലാ ഭാഗത്തും കറക്റ്റായിട്ട് ഉപ്പ് കിട്ടും. അപ്പോൾ ഞാനിപ്പോൾ ഉപ്പിൻ്റെ വെള്ളം തളിച്ചിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുത്തു. അത് ഉപ്പ് എല്ലായിടത്തും എത്താൻ വേണ്ടിയിട്ട് മാത്രമാണ് കേട്ടോ. ഇത്രേ ഉള്ളൂ, നമ്മുടെ പുട്ടിൻ്റെ പരിപാടി കഴിഞ്ഞു. ഇനി ഇത് നമുക്ക് കണയിലിട്ടിട്ട് സാധാരണ പോലെ തന്നെ ആവിക്ക് വേവിച്ചെടുത്താൽ മതി. അപ്പോൾ നമ്മൾ സാധാരണ പുട്ട് ചെയ്യണ പോലെ തന്നെ ഒരുപാട് നനക്കേണ്ട ഒന്നും ആവശ്യമില്ല. ജസ്റ്റ് ഇത് മിക്സിയിലിട്ട് അടിച്ചെടുക്കുക, ഉപ്പിൻ്റെ വെള്ളം തളിക്കുക, മിക്സ് ചെയ്തെടുക്കുക, അത്രേ ഉള്ളൂ. സാധാരണ പോലെ നമുക്ക് തേങ്ങ നന്നായിട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ കൂടെ പുട്ടുപൊടി കൂടി ഇട്ടിട്ട് നമുക്കിത് വേവിച്ചിട്ടെടുക്കാം. അപ്പോൾ ഈ ഒരു പുട്ടിന് തേങ്ങ നന്നായിട്ടുള്ളപ്പോൾ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. കാരണം കുത്തരിയുടെ പുട്ടായതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. തേങ്ങ കൂടെ വരുമ്പോൾ പ്രത്യേകിച്ച് കറിയൊന്നും ഇല്ലെങ്കിൽ പോലും കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അതുപോലെ പെട്ടെന്ന് തന്നെ വെന്തും കിട്ടും നമ്മുടെ പുട്ട്. പുട്ട് നന്നായിട്ട് ആവിയൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ കണയിലല്ലാതെ നമ്മുടെ ചിരട്ടപ്പുട്ട് പോലെ ചെയ്തെടുക്കാനും നല്ല ടേസ്റ്റാണ് ഈ ഒരു പുട്ട്. അപ്പോൾ ഞാനിതുപോലെ വെച്ചിട്ടുണ്ട്. അതുപോലെ ചിരട്ടയിലും വെച്ചിട്ടുണ്ടായിരുന്നു. 2 രീതിയിലും നമുക്ക് ചെയ്തിട്ടെടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് പുട്ടുപൊടിയൊന്നും കയ്യിലില്ല, അല്ലെങ്കിൽ ഈ ഒരു സമയത്ത് അരി പൊടിപ്പിച്ചെടുക്കാനൊക്കെ ബുദ്ധിമുട്ടാണെങ്കിൽ ഇതുപോലെ നമ്മുടെ റേഷൻ അരിയിൽ നിന്ന് കിട്ടുന്ന അരി വെച്ചിട്ട് ഈസിയായിട്ട് നമുക്ക് പുട്ടുണ്ടാക്കാവുന്നതാണ്. ഇതുപോലെയാണുള്ളത്. നല്ല സോഫ്റ്റാണ് ഈ ഒരു പുട്ട്. സാധാരണ പുട്ടുപൊടി വെച്ച് ഉണ്ടാക്കുന്ന പുട്ടിനേക്കാളും സോഫ്റ്റാണ് കേട്ടോ. നല്ല പഞ്ഞു പോലെ ഉണ്ടാവുക. അപ്പോൾ നിങ്ങൾ എന്തായാലും ഈ ഒരു പുട്ട് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. ഞാൻ അതൊന്ന് പൊടിച്ചുകൂടെ കാണിച്ചു തരാം. ഇതുപോലെയാണുള്ളത്. നല്ല പഞ്ഞു പോലത്തെ പുട്ടാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്സൊക്കെ അറിയിക്കുക. ഈ ഒരു പുട്ടിൻ്റെ കൂടെ നല്ല വറുത്തരച്ച കടലക്കറിയും കുറച്ച് പപ്പടവും കൂടെ ഒക്കെ ഉണ്ടെങ്കിൽ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്സൊക്കെ അറിയിക്കാനായിട്ട് മറക്കരുത്. അതുപോലെ നമ്മുടെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. പിന്നെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ താഴെ റെഡ് കളറിൽ സബ്സ്ക്രൈബ് ബട്ടൺ ഉണ്ട്. അതൊന്ന് പ്രസ് ചെയ്തിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ തൊട്ടടുത്തൊരു കുഞ്ഞ് ബെല്ലൈക്കൺ വരും. അത് ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്നുള്ള ഓപ്ഷൻ കൂടെ സെലക്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും കാണാം നല്ല റെസിപ്പി ആയിട്ട്. താങ്ക്